ഇന്നലെ അത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സംസ്ഥാനമാകെ ഓണാഘോഷത്തിൻ്റെ നാളുകളാണ്. എല്ലാവർക്കും അഡ്വാൻസായി ഓണാശംസകൾ നേരുന്നു. കേന്ദ്ര നയങ്ങൾ സൃഷ്ടിച്ച ആഘാതത്തിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ പൊതുവെയും നമ്മുടെ കേരളം പ്രത്യേകിച്ചും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുകയാണ്. ഈ പ്രയാസങ്ങൾ കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക നില തകർന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചില കേന്ദ്രങ്ങൾ സംഘടിതമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. വലിയ സാമ്പത്തിക തകർച്ചയാണ്. ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ വരെ ശക്തിപ്പെടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര നയങ്ങളുടെ ഫലമായി ഉണ്ടായ പ്രയാസങ്ങൾക്ക് മുന്നിൽ നിസ്സംഗമായി നിൽക്കാനല്ല സംസ്ഥാന സർക്കാർ തയ്യാറായത്. ചെലവുകൾ ക്രമീകരിച്ച് നികുതി പരിശ്രമം വർദ്ധിപ്പിച്ച് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വിവിധ മേഖലകളിൽ ഈ ഓണക്കാലത്ത് ലഭിക്കേണ്ട ക്ഷേമ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 19,575 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാത്രം ഈ ഘട്ടത്തിൽ ചെലവഴിച്ചത്. ശമ്പളം, ബോണസ്, പെൻഷൻ, ഫെസ്റ്റിവൽ അലവൻസ്, ഓണം അഡ്വാൻസ്, ക്ഷാമബത്ത, ക്ഷാമാശ്വാസം എന്നീ ഇനങ്ങൾക്കായി 12,100 കോടി രൂപ നീക്കിവെച്ചു. 2 ഗഡു ക്ഷേമ പെൻഷൻ നൽകാനായി 1,800 കോടി രൂപയാണ് ചെലവിടുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള വിപണി ഇടപെടലടക്കം സപ്ലൈകോക്ക് 262 കോടി രൂപ നൽകി. AAY കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കിറ്റ് നൽകാൻ 34,29,00,000 രൂപയാണ് അനുവദിച്ചത്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് നൽകാൻ 22 കോടി രൂപ മാറ്റിവെച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1,200 രൂപ വീതം നൽകുന്നതിനായി 52 കോടി രൂപ മാറ്റിവെച്ചു. റേഷൻ സാധനങ്ങൾ വാതിൽപ്പടി വിതരണം നൽകുന്നതിന് 50 കോടി, അതേപോലെ തന്നെ കരാർ ജീവനക്കാർക്കുള്ള BDS പേയ്മെൻറ്റ് 300 കോടി രൂപയും അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറി തൊഴിലാളികൾക്ക് എക്സ്ഗ്രേഷ്യയും അരിയും നൽകാൻ 3,46,00,000 രൂപ അനുവദിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ഈ കണക്കുകൾ തെളിയിക്കുകയാണ്. ഓണത്തിന് ഭക്ഷ്യവസ്തുക്കൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികളാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയറുകൾക്ക് ഇതിനകം തുടക്കമായിട്ടുണ്ട്. 250-ലധികം
ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുകയാണ്. 1000-ലധികം വരുന്ന വിൽപ്പനശാലകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. ജില്ലാതല ഫെയറുകൾ മാത്രമല്ല, മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയർ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും സംഘടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷ, ക്ഷേമനിധി പെൻഷൻ, ആ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം അനുവദിച്ചിട്ടുണ്ട്. ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 1200 രൂപ വീതമാണ് ഇവർക്ക് നൽകുന്നത്. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസം 1 ഗഡു അനുവദിച്ചു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ഗഡു ക്ഷാമബത്തയും അനുവദിച്ചു. UGC, ICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DA, DR വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ CDS, ADS തലങ്ങളിൽ ഓണം മേളകൾ സംഘടിപ്പിക്കും. കുടുംബശ്രീ മുഖേന പച്ചക്കറിയും പൂക്കൃഷിയും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് നടത്തുകയാണ്. കൺസ്യൂമർ ഫെഡ് വഴിയും പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയും പച്ചക്കറിയും നിത്യോപയോഗ സാധനങ്ങളും വിതരണം നടത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.